മലമ്പുഴ കേരളത്തിലെ CPM-ൻ്റെ ഇടതുപക്ഷത്തിൻ്റെയും ഒരു ശക്തി കേന്ദ്രമാണ്. സഖാവ് നായനാർ മത്സരിച്ച് ജയിച്ച VS മത്സരിച്ച് ജയിച്ചപ്പോൾ ഒരു മണ്ഡലമാണെന്നുള്ള ഓർമ്മ എല്ലാവർക്കും ഉണ്ടാവണം. നിങ്ങൾ ഓരോരുത്തരെയൊക്കെ കാണുന്ന രീതി പോലെയല്ല ഞാൻ കാണുന്നത്. ഈ കോൺഗ്രസ് ഇത്തരത്തിൽ ചില ആളുകളൊക്കെ അടർത്തിക്കൊണ്ടുപോകാനുള്ള വിസ്മയം സൃഷ്ടിക്കാനുള്ള ശ്രമമൊക്കെ നടത്തുന്നതെന്നാണ് അവർ പറയുന്നത്. പേഴ്സണൽ സ്റ്റാഫ് വിസ്മയമാണ് ഇപ്പോൾ കോൺഗ്രസ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാനം തെരഞ്ഞുപോയി കിട്ടുന്നത് പഴയ പേഴ്സണൽ സ്റ്റാഫിലെ ആളുകളാണ്. അതിരിക്കട്ടെ, അത് ഇനിയും അവർക്ക് ശ്രമിക്കാം. വിസ്മയം കേരളത്തിൽ നടക്കുന്നത് വികസനത്തിൻ്റെ കാര്യത്തിലാണ്. അവിടെയാണ് വിസ്മയം നടക്കുന്നത്. ആ വിസ്മയം മറച്ചുവെക്കാനാണ് എല്ലാവരും കൂടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ, ഒരു വലിയ സ്ഥാപനത്തിൻ്റെ വൻകിട പദ്ധതിയുടെ തറക്കല്ലിടലിന് ഒറ്റ മാധ്യമങ്ങൾ പോലും വന്നില്ല മുഖ്യമന്ത്രിയുടെ പരിപാടിക്ക് എന്നുള്ളത് എന്താ കാണിക്കുന്നത്? അങ്ങനെ ഇപ്പോൾ ഇതൊന്നും ഞങ്ങൾ പറഞ്ഞിട്ട് നാട്ടുകാരെ അറിയണ്ടെന്നുള്ളതല്ലേ. പക്ഷെ ഇന്ന് നിങ്ങളെല്ലാവരും കൂടി ഓടിയെത്തി. ഇന്ന് മദ്യത്തിൻ്റെ കാര്യം വന്നപ്പോൾ ഒരു വിവാദത്തിന് വകുപ്പുണ്ടോ എന്ന് തോന്നിയപ്പോൾ നിങ്ങളെല്ലാവരും കൂടി ഓടിയെത്തി. 600 കോടി ഒരു പദ്ധതിയുടെ ശിലാസ്ഥാപനം ഇന്നലെ നടക്കുമ്പോൾ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. അമർത്യ-സെൻ കേരളത്തെക്കുറിച്ച് വലിയ നല്ല വാക്കുകൾ പറഞ്ഞപ്പോൾ 14ാമത്തെ പേജിലായിരുന്നു അമർത്യ-സെൻ്റെ പ്രസംഗം കൊടുത്തത്. കാരണം അമർത്യ-സെന്നല്ല, നോബൽ സമ്മാന ജേതാവല്ല, ഇനി ദൈവം തന്നെ ഇറങ്ങി വന്ന് കേരളത്തെക്കുറിച്ച് നല്ലത് പറഞ്ഞാലും ഞങ്ങൾക്ക് പുല്ലാണ് എന്നതാണ് സ്വീകരിക്കുന്നൊരു രീതി. അതല്ലേ നമ്മൾ കാണുന്നത്. അപ്പോൾ പണ്ട് ഏതോ മറ്റേ എന്താ പറയുക, പേഴ്സണൽ സ്റ്റാഫിലൊക്കെ പ്രവർത്തിച്ച ആളുകൾക്ക് വലിയ പ്രാധാന്യം. ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ മുഖ്യ ശില്പിയായിരുന്ന മണിശങ്കർ അയ്യർ ഏറ്റവും അവസാനത്തെ പേര്. എന്നാൽ പിന്നെ നിഷ്പക്ഷമാണെങ്കിൽ, തുല്യമായ സമീപനമാണെങ്കിൽ മിനിമം പേഴ്സണൽ സ്റ്റാഫ് അംഗത്തിൻ്റെ പരിഗണനയെങ്കിലും മണിശങ്കർ അയ്യർക്ക് കൊടുക്കണ്ടേ? അപ്പോൾ കാര്യങ്ങളെല്ലാം വ്യക്തമാണ്. ഈ സർക്കാരിനെതിരായിട്ടുള്ള രണ്ടും കൽപ്പിച്ചുള്ള യുദ്ധത്തിലാണ് മാധ്യമങ്ങളും ഈ പണി നിറഞ്ഞിട്ടുള്ളത്. അതൊക്കെ ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. മാധ്യമങ്ങൾ ഇപ്പം എങ്ങനെയാണ് ഗവൺമെൻറ്റിനെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ, ഇസ്രായേൽ പലസ്തീനിൽ എന്താണ് ചെയ്തത് അതുപോലെയാണ്. ഇസ്രായേൽ പലസ്തീന് ചെയ്തതുപോലെയാണ് മാധ്യമങ്ങൾ സർക്കാരിനും ഇടതുപക്ഷത്തിനെതിരെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.